ഈ കൈകൾ ശുദ്ധമാണ്. ഈ കൈകൾ ശുദ്ധമാണ്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധമായതുകൊണ്ടാണ്. സത്യസന്ധനായ കള്ളൻ. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് കാനഡയിലും കമ്പനി ഉണ്ട് എന്ന വിവരം പുറത്തു വന്നു. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. തൊട്ടു പിന്നാലെ കമ്പനിയുടെ ഉടമസ്ഥരുടെ പേരുകളിലും ഈ കൈകൾ ശുദ്ധമാണ്. തൊട്ടു പിന്നാലെ കമ്പനിയുടെ ഉടമസ്ഥരുടെ പേരുകളിലും മേൽവിലാസത്തിലും തിടുക്കപ്പെട്ട് തിരുത്തൽ. എല്ലാം ചടപടയായിരുന്നു. ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധമായതുകൊണ്ടാണ്. എക്സാലോജിക് മരവിപ്പിച്ച് മാസങ്ങൾക്കുള്ളിലാണ് കാനഡയിൽ സ്കൈ 11 കമ്പനി തുടങ്ങിയത്. എന്താ ഉറക്കം വരുന്നു. അന്വേഷണം തടയാനോ റദ്ദാക്കാനോ കഴിയില്ലെന്നും ഉത്തരവിലുണ്ട്. നന്നായി. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. അറസ്റ്റ് ഉൾപ്പെടെ കടുത്ത നടപടി പാടില്ലെന്ന് നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അത്തരം നിബന്ധനകളൊന്നും ഉത്തരവിൽ പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് 2 കൈകളും ശുദ്ധമാണെന്നാണ്. പിന്നെ പറഞ്ഞു മടിയിൽ കനവില്ലെന്നോ. എന്റെ ഭയം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. അപ്പോ അന്വേഷണത്തെ ഭയപ്പെടുന്നു. കൈകൾ ശുദ്ധമല്ല, മടിയിൽ കനമുണ്ട് എന്നതാണ് യാതൊരു. ഇപ്പൊ കറക്റ്റ്. കോയിന്നും കുട്ടി നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ.